നമസ്കാരം. ഇത് കിയ സെൽറ്റോസ് ആണ്. റാഡിക്കലായിട്ടുള്ളൊരു മാറ്റമാണ് അവരുദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലെന്താണ് ഇത്ര ഓടിക്കാൻ? സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും അല്ലേ? എന്താണ് വ്യത്യാസം എന്ന് തോന്നുകയാണെങ്കിൽ ഇവരിത് അടിമുടി അഴിച്ചു പണിതല്ലോ. അതായത് K3 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി റീഇൻഫോഴ്സ് ചെയ്തിട്ട് വീൽ ബേസ് കൂട്ടി നീളം വീതി ഉയരൊക്കെ കൂട്ടി വണ്ടി ഒന്നുകൂടി സ്റ്റേബിൾ ആക്കി ഇറങ്ങിയെന്നവരാണ്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി എന്താ എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് ഓടിച്ചു നോക്കിയേ പറ്റുള്ളൂ. ഞാൻ രാവിലെ എടുത്ത് മോശം റോഡ് കൂടെ ഒക്കെ ഓടിച്ചു. ഇതിൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് സൈഡാണ്. അതായത് വലിയ ഹമ്പൊക്കെ കയറുമ്പോൾ എടുത്തിടുന്ന തട്ട് സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ മോശം റോഡുകളിൽ കംഫർട്ടബിളായിട്ട് കുഴികളും കുണ്ടുകളും പൊട്ടോൾസൊക്കെ ഡിസ്മിസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ് പുതിയ ഈ കിയ സെൽറ്റോസിൻ്റെ എന്ന് പറയാം. ഇവർ പ്ലാറ്റ്ഫോം മാറ്റിയപ്പോൾ എന്തൊക്കെയോ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫിക്സ്ഡ് ടോർഷൻ ബീമാണ് ബാക്കിൽ എന്ന് പറയുന്നത്. മുമ്പിൽ മക്ഫേഴ്സൺ സ്റ്റഡ് തന്നെയാണ്. അതിന് ഡാമ്പറിനൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫീലിംഗ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഡ്രൈവ് മോഡ് മാറ്റി ഞാൻ സ്പോട്ടാക്കി ഡൗൺ ചെയ്തു. 5, 4, 3 അങ്ങനെ ലൈനൊന്ന് സ്പീഡിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ. അതായത് സോഫ്റ്റ് ആക്കി കഴിയുമ്പോൾ ഹാൻഡ്ലിങ്ങിനെ അത് ബാധിക്കുന്നല്ലേ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നേ ഇതിനെ ഹാൻഡ്ലിങ്ങിനെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടില്ല. റോഡിൽ ആ ഒരു ചാട്ടമൊക്കെ നമുക്ക് ഡാമ്പ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. നല്ല സസ്പെൻഷൻ ആണെന്ന് ലളിതമായിട്ട് പറയാം. എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ എന്നാൽ നല്ല തരക്കിടില്ലാത്ത ഹാൻഡ്ലിംഗ്. നല്ല എന്ന് പറയുമ്പോൾ തരക്കിടില്ലാത്ത ഹാൻഡ്ലിംഗ് എന്ന് പറയാം. അങ്ങനെ ഹാൻഡ്ലിംഗ് വണ്ടി എന്ന് പറയാം. ഇതിൻ്റെ 1.5 ടർബോ എന്ന് പറയുന്നത് ഫാസ്റ്റാണ്. 160 bhp എന്ന് പറയുന്നത് അണ്ടർ 9 seconds കണ്ടെത്തുന്ന വണ്ടിയാണ്. ഓക്കെ, ഡീസലും മോശമല്ല. ഡീസലും കാല് കൊടുത്താൽ പോകുന്നുണ്ട്. ടർബോ ഡീസലിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 250 Nm ആണ്. അപ്പോൾ കാല് കൊടുത്ത വണ്ടി കയറി പോകുന്നൊക്കെ ഉണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് വെൽ ട്യൂൺഡ് ആണ്. ഓക്കെ, അതൊക്കെ പഴയ വണ്ടിയിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പുതിയത് മാറ്റമില്ല. ഇതിൽ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ മോണറ്റ് ഒന്നും ഇങ്ങനെ തുള്ളുന്നുണ്ട്. സ്കോർപ്പിയോയുടെ ചേസസുള്ള സ്കോർപ്പിയോ അല്ലേ പഴയ ക്ലാസിക്, അതിൻ്റെ അത്രയൊന്നുമില്ല. എന്നാലും ചെറിയൊരു നോസ് ഡൈവ് ഫീൽ ചെയ്തു. മൊത്തത്തിൽ നല്ല സസ്പെൻഷനും നല്ല ബ്രേക്സുമാണ് പുതിയ വണ്ടിക്ക്. ആ വീൽ ബേസിൻ്റെ വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ നീളം കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ്ലിങ്ങിനെ പ്രതിഫലിക്കുന്നുണ്ട്. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ വണ്ടി അൺസെറ്റിൽ ആവുന്നില്ല. നമുക്ക് നമ്മുടെ കേട്ടോ കയ്യിൽ നിൽക്കുന്ന ഫീൽ വണ്ടി തരുന്നുണ്ട്. അതൊക്കെ പ്ലാറ്റ്ഫോം ചേഞ്ചിൽ വന്ന ഗുണങ്ങളാണ്. അപ്പം നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫാമിലി SUV ആയിട്ട് കിയ സെൽറ്റോസ് നിന്നിരുന്നു. അതൊന്നുകൂടി മികവായിട്ട് മാറി എന്നുള്ളതാണ് ഈ പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ജനറേഷൻ ചേഞ്ച് വന്നപ്പോൾ മാറിയ കാര്യം. ഗ്ലോബൽ K3 എന്ന് പറയുമ്പോഴേ കിയയ്ക്ക് K3 എന്ന് പറഞ്ഞ കാറുണ്ട്. അതൊരു ഫൺ ഫാക്റ്റാണ്. നമ്മുടെ ട്യൂബ്ലൈറ്റ് വരുന്നയുടെ ഗ്ലോബൽ മോഡൽ. ഓക്കെ, അത് ആ പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വേണ്ടി കൊടുന്നപ്പോൾ അത് സെൽറ്റോസിന് വേണ്ടി ഇറക്കുമ്പോൾ ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്തത്. അതായത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ഓൾ വേൾഡിന് വേണ്ടിയിട്ടുള്ള സെൽറ്റോസ് ഇവിടെ ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് വലിയ ഒരു എന്താ പറയുക പേടിപ്പെടുത്തുന്ന സ്റ്റിയറിംഗ് ഒന്നുമല്ല. സ്പീഡ് കൂടുമ്പോൾ വെയിറ്റ് വയ്ക്കുന്നുണ്ട്. ഹൈ സ്പീഡ് എന്ന് പറയുന്നത് നല്ല കൺട്രോളബിളായിട്ട് തോന്നി. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണോ. അപ്പോൾ സ്റ്റിയറിംഗ് കൊള്ളാം, ബ്രേക്ക് കൊള്ളാം, ഹാൻഡ്ലിംഗ് മെച്ചപ്പെട്ടുണ്ട്, റൈഡ് ക്വാളിറ്റി മികച്ചതാണ്. ഈ സെൽറ്റോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിനൊരു കഥ പറയാനുണ്ട്. 2019 കിയ എന്ന കമ്പനിയെ ഉള്ളം കയ്യിലിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു വലിയ വിജയം സമ്മാനിച്ചൊരു വണ്ടി എന്നൊക്കെ സെൽറ്റോസിനെ പറയാം. MGക്ക് അത് ഹെക്ടറാണ്, കിക്ക് അത് സെൽറ്റോസാണ്. ഓക്കെ, സെൽറ്റോസ് വന്നതിന് ശേഷം കിയയുടെ ഒരു ജൈത്ര യാത്ര ഇന്ത്യയിൽ കണ്ടു. പല വണ്ടികൾ, പലവിധമായ വണ്ടികൾ നമ്മൾ കണ്ടു. അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റമാണ് ഈ കിയ സെൽറ്റോസിൻ്റേത്. അതായത് ഇടയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് വന്നെങ്കിലും അടിമുടി ഉടച്ചു വാർക്കുന്നത് ഇപ്പോഴാണ്. പ്ലാറ്റ്ഫോം മാറി, നീളവും വീതിയും ഉയരവും വീൽ ബേസും മാറി, എല്ലാം മാറിയിട്ടുള്ളൊരു വലിയ വണ്ടിയായിട്ട് സെൽറ്റോസ് മാറി. അങ്ങനെ മാറിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഡിക്കലായിട്ടൊരു മാറ്റം നമുക്കിവിടെ കാണാം. എന്തായാലും കിയ സെൽറ്റോസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരിത്തിരി കാലികമാണ്, ആധുനികമാണ്. റാഡിക്കലായിട്ടുള്ളൊരു മാറ്റമാണ് കിയ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതിപ്പോൾ ലൈറ്റുകളാണെങ്കിലും ഗ്രില്ലാണെങ്കിലും ഒക്കെ. ഈ ഒരു കട്ടിങ് കണ്ടോ ബോണറ്റിൻ്റെ? ഇത് പഴയ സെൽറ്റോസിന് വിൻഷീൽഡായിരുന്നു, ഇപ്പോൾ അത് ബോണറ്റിലായി. ഇവർ കുറേ ടെർമിനോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗ്രില്ലിന് ടൈഗർ നോസ് ഗ്രില്ല്, ലൈറ്റിന് സ്റ്റാർ മാപ്പ് LED. പല വേരിയൻറ്റിനും പല ലൈറ്റാണ്. ഇതിനകത്ത് 3, 2, 5, 1, 6 LED ഉള്ള ഒരു ഡിസൈൻ എലമെൻറ്റുകളുള്ള ഒരു LED ലൈറ്റാണ്, ഹെഡ് ലൈറ്റാണ്. ഹൈയും ലോയും ഒക്കെ LED ആണ്. പിന്നെ പിയാനോ ഫിനിഷ് ഡാർക്ക് ക്രോം, ഇവിടെ കൊടുത്ത ഒരു ബാറ്, ഈ ഫോഗ് ലാമ്പ് ബസ്സിൽ അതിനുള്ള ചെറിയ ഫോഗ് ലാമ്പ്, ഇവിടെ കൊടുത്ത അലുമിനിയം ഫിനിഷ്, ഈ ഡാം, അങ്ങനെ കുറേ അധികം എലമെൻറ്റുകളുണ്ട്. ഒരിത്തിരി അഗ്രസീവായിട്ടുള്ള ഡിസൈൻ കൂടിയാണ് മുൻവശത്തിന്. ഈ ഗ്രില്ലിനെ കുറച്ചുകൂടി കടന്നിട്ട് ഡിജിറ്റൽ ടൈഗർ നോസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പുലിയും ഒരിത്തിരി
ആധുനികനായി എന്നാണ് പറയുന്നത്. പിന്നെ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത് 10 mm കൂടുതലാണ്. പാർക്കിംഗ് സെൻസേഴ്സ് മുന്നിലും സൈഡിലും കാണാം. മുന്നിൽ റഡാറുണ്ട്, അഡാസുള്ള വണ്ടിയാണ്. 360 ക്യാമറ ഉണ്ട്. ഇതിന് 3 റഡാറാണ്, ഒന്ന് മുന്നിലും 2 പിന്നിലും. ഓക്കെ, ഇതിൻ്റെ മുൻവശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് തോന്നുന്നത് ജെൻസി ലുക്കാണ്. അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടില്ല, മക്കൾക്ക് ഇഷ്ടപ്പെടും. മക്കൾ പറഞ്ഞുകൊണ്ട് അച്ഛന്മാർ മേടിക്കാൻ സാധ്യതയുള്ള വണ്ടിയാണ് സെൽറ്റോസ് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയൂ. ഈ വശങ്ങൾ നോക്കുമ്പോഴേ SUV-യേക്കാൾ ഒരിത്തിരി MPV വൈബ് എനിക്ക് തോന്നി. നിങ്ങൾക്കോ? ഇവിടെ നിൽക്കുന്ന ഈ ബൾജ്, ഈ ഉരുണ്ടിരിക്കുന്ന ബോഡി എല്ലാം തന്നെ ഒരിത്തിരി കാരൻസ് വൈബ് തോന്നിച്ചു. ഇവിടെ ഫ്ലോട്ടിംഗ് റൂഫും തോന്നിക്കാനായിട്ടൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കിയ ആ ഒരു സ്വഭാവത്തിനേക്കാൾ കൂടുതൽ ഹുണ്ടായുടെ ക്രെറ്റ പോലെ ഒരു ഇൻസേർട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. പോപ്പപ്പ് ഡോർ ഹാൻഡ്സ് അൺലോക്ക് ചെയ്യാൻ പുറത്തേക്ക് വരും. അത് നമ്മൾ നടന്നുകൊണ്ടോ തന്നെ അൺലോക്ക് ആവും. കുറേ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ബുദ്ധിയുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളുണ്ട്. മാത്രമല്ല ഡിസ്കിൻ്റെ കാലിപ്പറിന് ആ നിയോൺ ഗ്രീൻ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. 215 55 R18 അപ്പോൾ 18 17 16 3 വീൽ സൈസുകളുണ്ട്. 3 വേരിയൻറ്റ് വിന്യാസത്തിന്. ഇതിന് 18 ഇഞ്ചാണ്. പിന്നെ അവിടെ കൊടുത്ത ഒരു പീസിൽ ഒരു 2 കട്ടിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിടിക്കുന്ന പോലെ. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. വീൽ ബേസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. മിററിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്. മിററിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ കൊള്ളാം. റൂഫ് റെയിൽ ഉണ്ട്, അതിനകത്ത് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല. പക്ഷേ പനോരമിക് സൺറൂഫ് വേണം. അത് ക്യാരി ഫോർവേഡ് വന്നതാണ്, പുതുതായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഈ സൈഡ് പ്രൊഫൈൽ എങ്ങനെയുണ്ട്? കിയ സെൽറ്റോസിൻ്റെ പിന്നിൽ ഗ്ലാസ് ചെറുതാണ്, ഓക്കെ. പക്ഷേ എന്തോ ഒന്നില്ലല്ലോ, അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ അതുണ്ട്. വൈപ്പർ മുകളിൽ നിന്ന് താഴേക്കാം. ഇപ്പോൾ വിദേശത്തൊക്കെ നമ്മൾ വൈപ്പർ ഡിലീഷൻ കിറ്റ് കണ്ടിട്ടുണ്ട്, ചെറിയ ബുഷൊക്കെ ആയിട്ട്. ഇവിടെ ടാറ്റ മോട്ടോഴ്സൊക്കെ ഓൾറെഡി ഇത് അടക്കി ഒതുക്കി വെച്ചു. നെക്സോൺ മുതൽ ഇങ്ങോട്ട് റേഞ്ച് റോവർ ലാൻഡ് റോവറൊക്കെ മുമ്പേ ഉണ്ട്. ഓക്കെ, ഇതൊരു ട്രെൻഡായി മാറുകയാണെന്ന് തോന്നുന്നു. ബേസ് മോഡൽ വാങ്ങിയാലും ടോപ്പ് എൻഡ് വാങ്ങിയാലും പിൻവശം നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഗുണമായിട്ട് കാണാം. വലിയ സ്പോയിലറാണ്. ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇൻസേർട്ട് ഉണ്ടല്ലോ, അത് താഴത്തെ ക്ലാഡിങ് പോലെ മുകളിലും വന്നു. ഇതും ട്രെൻഡാകാൻ പോകുന്നു തോന്നുന്നു. ഡിഫോഗർ ഉണ്ട്. ഈ സ്റ്റാർ മാപ്പ് LED എന്ന് പറയുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡലില്ല. താഴത്തെ മോഡൽ വേറെ, അതിൻ്റെ താഴെ വേറെ, അങ്ങനെയാണ് ലൈറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്. കിയ സെൽറ്റോസ് GT എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. വലിയ ബമ്പറാണ്, ഒരിത്തിരി ഓവർ ഡൺ ആയിട്ടുള്ള ബമ്പർ പിന്നിലും കാണാം. താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റ്, 2 സൈഡിൽ റിഫ്ലക്ടർ ഉണ്ട്. കളറുകളുടെ വിന്യാസം കാണാം. സ്റ്റിൽ ഇതൊരു ബ്ലാങ്ക് പീസായിട്ട് തോന്നുന്നുണ്ട്. അതായത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യില്ല, കുറച്ച് സമയം എടുക്കും. എന്തായാലും ഇതിന് പവർ ടെയിൽഗേറ്റ് അല്ല, ഇത് സാധാ ഒരു ടെയിൽഗേറ്റ് ആണ്. എനിക്കിഷ്ടം ഈ ഒരു ടെയിൽഗേറ്റാണ്. നമുക്ക് തുറക്കാനും അടയ്ക്കാനും എളുപ്പമാണ്. വണ്ടിക്ക് വേണ്ടി കാത്ത് നിൽക്കണ്ട. മാത്രമല്ല ഒരിത്തിരി കൂടിയ സ്പേസ് ഉണ്ട് ഇപ്പോൾ ബൂട്ടിനകത്ത്. ഈ പാഡ് പൊക്കി നോക്കുമ്പോൾ നമുക്ക് വീല് കാണാൻ പറ്റും. ഇതൊരു 215 60 R17 വീലാണ്. അപ്പോൾ ചെറിയ മോഡലിൻ്റെ വീലാണ് ഇവർ സ്പെയർ വീലൊക്കെ ചെയ്യണത്. അതിനകത്ത് ടൂൾസൊക്കെ കാണാം. എന്തായാലും ബൂട്ട് സ്പേസ് കൂടിയുണ്ട്. ക്ലവറായിട്ടുള്ള പോക്കറ്റുകൾ കാണാം. ഈ സീറ്റിന് 60-40 സ്പ്ലിറ്റ് ഉണ്ട്. പിന്നെ ഇതാ പാഷ് ഷെൽഫ് കാണാം. 2 സ്റ്റെട്ടുകളുണ്ട്. ഈ 2 സ്റ്റെട്ടുകൾ മുന്നിലുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ കാണിക്കാം. ഈ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പിൻ്റെ പീസ് കണ്ടില്ലേ? ഓക്കെ, പവർ ടെയിൽഗേറ്റ് അല്ല എന്നുള്ളത് സീറിയമായി മുട്ടി നോക്കുമ്പോൾ ഒരു കുറവ് തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം ഈ സാധാ ടെയിൽഗേറ്റാണ്. ഇതാണ് അടയ്ക്കാനും തുറക്കാനും എളുപ്പം. മാറ്റങ്ങളില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് കുഞ്ഞുനിമേഷ് പറഞ്ഞത്. സെൽറ്റോസിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ശരിയാണ്. ഇപ്പോൾ ഹൈഡ്രോളിക് സ്റ്റെട്ട് ബോണറ്റിലും കാണാം, പുതിയതാണ്. പക്ഷേ അകത്തിരിക്കുന്ന എഞ്ചിൻ പഴയതാണ്. ഇത് ഡീസൽ എഞ്ചിനുള്ള മോഡലാണ്. ഒരു ഡീസൽ എഞ്ചിൻ, ഒരു പെട്രോൾ ടർബോ, ഒരു സാധാ പെട്രോൾ. ഇതാണ് അതിൻ്റെ കഥ. ഡീസൽ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 116 PS ആണ്. ടോർക്ക് 250. ടർബോയുടെ 160 PS ആണ്. ടോർക്ക് 253. അപ്പോൾ എന്നേടോ അത് 115 PS-ഉം 144 Nm ആണ്. എല്ലാം 4 സിലിണ്ടറാണ്. ടർബോ ആണ്. ഈ ഡീസൽ പെട്രോൾ ടർബോ ആണ്, മറ്റേത് എണ്ണയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെയുള്ളത് ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ടോർക്ക് കൺവേർട്ടർ. 1.5 ടർബോയുടെ കൂടെ പെട്രോളിൻ്റെ കൂടെ 7 സ്പീഡ് DCT. മറ്റേ എഞ്ചിൻ്റെ കൂടെ IVT-യും അതുപോലെ IMT ഒക്കെയാണ്. എന്തായാലും വലിയ ഒരു എഞ്ചിൻ ബേ എന്ന് പറയാൻ പറ്റില്ല. നീറ്റ്ലി പാക്ക്ഡ് എഞ്ചിൻ ബേ എന്ന് പറയാൻ പറ്റുള്ളൂ. മെമ്പർ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഈ എഞ്ചിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡ്രൈവബിലിറ്റി ഉള്ള എഞ്ചിനാണ്. ഇതിൻ്റെ നീളം എത്ര, വീതി എത്ര, ഇതിൻ്റെ ഹൈറ്റ് എത്ര, വീൽ ബേസ് എത്ര കാണിക്കാം. കിയ സെൽറ്റോസിൽ മാരകമായിട്ടുള്ള മാറ്റം വന്നേക്കുന്നത് അകത്താണെന്ന് പറയാം. ഈ 3 സ്ക്രീനുകൾ, അതെ 2 അല്ല 3 ആണ്. മൂന്നാമത്തെ സ്ക്രീൻ എന്ന് പറയുന്നത് പാസഞ്ചർക്കല്ല, അത് AC-ക്ക് വേണ്ടിയാണ്. ഇതാണ് ഒപ്റ്റിമം. 3 സ്ക്രീൻ ഓവർക്കില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എവിടെ പറഞ്ഞേ? സീറയിൽ. ഓക്കെ, 12.3 ഇഞ്ച് ക്ലസ്റ്ററും സ്ക്രീനും. ആ 2 സംഗതികളുണ്ടെങ്കിലും എല്ലാം കൂടി അതിനകത്തേക്ക് കുത്തി നിറയ്ക്കാൻ കിയ ശ്രമിച്ചിട്ടില്ല. കിയയ്ക്കൊരു കയ്യടി ഉണ്ട്. കാരണം ഫിസിക്കൽ ബട്ടൺസ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹോം, മാപ്പ്, സെർച്ച്, മീഡിയ, സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും മാപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ തട്ടിപ്പാണ്. കാരണം ആപ്പിൾ കാർപ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ഞെക്കിയതിൽ അങ്ങോട്ട് പോകും, ആൻഡ്രോയിഡ് ഓട്ടോയ്ക്ക് പോകും. അല്ലെങ്കിൽ അങ്ങനെ സംഗതി ഇല്ല. ഇൻബിൽറ്റ് മാപ്പ് വേണ്ടിയത് കണ്ടില്ല. താഴെ AC-ക്കും കൊടുത്തിട്ടുണ്ട് ബട്ടൺസ്. അതായത് ഡുവൽ സോൺ AC ആണ്. സിങ്ക് ചെയ്യാൻ പറ്റും. മോഡിനും ഫാനിനും ടെമ്പറേച്ചറിനും ഒക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ബട്ടൺസുള്ള വണ്ടികൾ കാണുമ്പോൾ ഒരു സുഖമാണ്. അത് നമുക്ക് കേക്കകത്തും കാണാം. ഈ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഡബിൾ D കട്ട.
ഇതിൻ്റെ സ്വിച്ചുകളുടെ വിന്യാസം അവർ സ്വാപ്പ് ചെയ്തു. അതായത് അഡാസും കാര്യങ്ങളും ഇടത്ത് വശത്തേക്കും മറ്റത് വലത് വശത്തേക്കും പോയി ഓളിയൊക്കെ. പിന്നെ ഡ്രൈവ് മോഡിനും ട്രാക്ഷൻ മോഡിനും കൊടുത്ത സ്വിച്ചുകൾ സ്റ്റിയറിങ്ങിനകത്ത് വളരെ ക്ലെവറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഭംഗിയിട്ട് കാണാനായിട്ട്. ഡുവൽ ടോൺ വണ്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല, ഡുവൽ ടോൺ എന്ന് പറയുന്ന സ്റ്റിയറിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഇതിന് ടോൺ നോക്കി കുറേ ടോൺ ഉണ്ട്, ഗ്രേ, ബ്ലാക്ക്, ബോഡി കളർ, സാധാ ബ്ലാക്ക്, ഓക്കെ ഒരുപാടുണ്ട്. EV9 തുല്യമായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്ലാസ്റ്റിക് ഇത്തിരി ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഡിസൈനൊക്കെ കൊള്ളാം. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, അതായത് ഫോർ എ കിയ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ CRH കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ക്ലാസ് അപ്പാർട്ടാണ്. പക്ഷേ സ്റ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഗതി ഉണ്ട്. നമ്മുടെ കൈൻ്റെ ഒരു പാടൊക്കെ ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും ഉണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്നത് വൈറ്റും അല്ലെങ്കിൽ ആ സംഗതിയാണെന്ന് കണ്ടു. കിയയുടെ ലോഗോ ഒരു സൈഡിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത് ഇത്തിരി ഭംഗിയായിട്ട് തോന്നി. പെഡൽസിന് ഒരു സ്പോർട്ടി ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകൾ ഹെഡ് റെസ്റ്റ് EV6 കണ്ട ഹെഡ് റെസ്റ്റ് പൊന്തിരിക്കുന്ന സ്പോർട്ടി ഹെഡ് റെസ്റ്റാണ്. വെന്റിലേറ്റർ സീറ്റിൻ്റെ ഡുവൽ ടോൺ സീറ്റാണ്, 10 വേ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. പല വേരിയൻറ്റിനും പല സീറ്റാണെങ്കിൽ ഈ സീറ്റിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് കാണാം. ഡോർ പാഡിൽ കുറേ എലമെൻ്റ് ഉണ്ട്. ഡോർ പാഡിൽ ആകെ എർഗണോമിക്കലി ഫെയിലായിട്ട് കണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡോർ വലിച്ചടക്കുന്ന ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരു പിന്നില്ല, അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2, വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് പാസഞ്ചറിൻ്റെ ഈ ഡോർ പാഡിലാണ്. നമുക്ക് അവിടെ നിന്ന് ഡ്രൈവർക്കൊന്ന് സഹായിക്കാൻ പറ്റില്ല. ഇപ്പോൾ വിക്ടോറിയസ് ആണെങ്കിലും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് മിഡിൽ അല്ലെങ്കിൽ കൺസോളിൽ ഓണാക്കാൻ ഓഫാക്കാനും പറ്റും. ഇതിനകത്ത് പറ്റില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നി. സ്പീക്കർ സിസ്റ്റം ഉണ്ട്, ബോട്ടിൽ ഹോൾഡറുകളുണ്ട്, എല്ലാം ഉണ്ട്. സ്വിച്ചുകളൊക്കെ തന്നെയും പഴയ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. മാത്രമല്ല മെമ്മറി സീറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷോൾഡറേയും കുറച്ച് ഉയർത്താണെങ്കിലും നമുക്ക് കൈവയ്ക്കാനായിട്ട് ആംറസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഇരിക്കാൻ ഉതകുന്ന സീറ്റാണ്, നല്ല സീറ്റാണ്, വെന്റിലേറ്റർ സീറ്റാണ്. ആംറസ്റ്റ് ഉണ്ട്, സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. കപ്പ് ഹോൾഡർ അടയ്ക്കാൻ പറ്റും. കടയുടെയൊക്കെ ഷട്ടർ അടയ്ക്കാൻ പോലെ ഷട്ടർ അടച്ചിടാൻ പറ്റും. കപ്പ് ഹോൾഡർ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഷട്ടറാണ്. പിന്നെ ഗിയർ ലിവർ, സ്വിച്ചുകൾ, അതായത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗിയർ ലിവറിൻ്റെ അപ്പുറത്തായിട്ട് കാണാം. ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് സെൻസർ, ക്യാമറ, വയർലെസ് ചാർജിങ് പോർട്ടും 3 C പോർട്ടും കാണാം. 1 ഡാറ്റ, 2 ചാർജിങ്. പിന്നെ ഇതിനപ്പുറത്തും സ്വിച്ചുകളുണ്ട്. അപ്പോൾ ഇത് തുറന്നാൽ കപ്പ് ഹോൾഡർ, അടച്ചാൽ ക്ലീൻ ഡിസൈൻ എന്നുള്ള കാര്യമാണ്. തൈ സപ്പോർട്ട് കൊള്ളാം, തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും വരുന്നുണ്ട്. പക്ഷേ ഒരിത്തിരി കൂടി ഒരു ബേസ് കൂടുതലായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. പിന്നെ ഗ്ലോ ബോക്സ് വലിച്ചിടുന്ന പോലെയാണ്, അതൊരു ഇത്തിരി കുറവായിട്ട് തോന്നി. അതായത് ഒരു സ്മൂത്ത് ആക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. റൂഫ് ലൈനർ ബ്ലാക്ക് ആണ്. ഇവിടെ ലൈറ്റൊന്നും കൊടുത്തില്ല, മിറർ മാത്രമേ ഉള്ളൂ. അവിടെ ലൈറ്റും മിററും ഒന്നുമില്ല. ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്, സൺറൂഫ് കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഒരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട്. ഇത് ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ മുൻവശത്തെ കാര്യം എന്നുള്ളതാണ്. സംഭവം സിമ്പിളാണ്, പക്ഷേ സംഗതി കൊള്ളാം. കിയ സെൽറ്റോസിൻ്റെ ക്ലസ്റ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ സിറോസിലൊക്കെ കണ്ടിട്ട് നമുക്ക് ലേഔട്ട് മാറ്റാൻ പറ്റും. അത് സിമ്പിളാക്കണോ അതല്ലെങ്കിൽ സർക്കിളാക്കണോ, ഇനിയിപ്പോൾ ഡ്രൈവ് മോഡിൻ്റെ കണക്ട് ചെയ്യണോ അതോ സ്റ്റൈല് നമുക്ക് ABC ആക്കണോ നമുക്ക് നോക്കാം. എനിക്ക് C ഇഷ്ടപ്പെട്ടു. സിമ്പിളിനേക്കാളും C സർക്കിളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിനകത്തുകൂടെ കൈ ഓടിച്ചാൽ അവിടെ അഡാസിൻ്റെ ഫങ്ഷണാലിറ്റീസ് കാണാം. പിന്നെ കറണ്ട് ട്രിപ്പ്, സിൻസ് റീഫ്യൂലിങ്, സിൻസ് ലാസ്റ്റ് റീസെറ്റ്, യൂറിയ ലെവൽ, ഇറ്റ്സ് എ ഡീസൽ, ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. 5000 റെഡ് ലൈൻ മാർക്ക് കണ്ടോ. നമുക്ക് ഓൾ ദ വേ റെഡ് ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡോമീറ്ററും അല്ലെങ്കിൽ ടാക്കോമീറ്ററും കാണാം. ഫ്യൂവൽ, എൻജിൻ ടെമ്പറേച്ചറൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ക്ലസ്റ്ററിലുള്ളത്. ഇനി ഇവിടെ ചെറിയൊരു ഒളിച്ചു വെച്ച സ്ക്രീൻ കണ്ടോ, അത് AC സ്ക്രീനാണ്. ഈ സ്ക്രീനിലൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ബാക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഇവിടെ AC പാനൽ വരും. കണ്ടോ, ബാക്ക് എന്ന് വെച്ചാൽ ഈ സ്ക്രീനിൻ്റെ ബാക്ക് അല്ലത്, ഇത് ഈ AC അങ്ങോട്ട് സ്വാപ്പ് ചെയ്യാനുള്ളതാണ്. അത് നല്ലതായിട്ട് തോന്നി. എല്ലാം ടച്ചാണ്, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഫിസിക്കൽ ബട്ടൺസും ഉണ്ട്. ഇനി മെയിൻ സ്ക്രീനിലേക്ക് അഥവാ ഇൻഫോടൈൻമെൻറ്റിലേക്ക് വന്നാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. അതായത് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള UA ആണ്. കാരിയർ വയ്ക്കാനുള്ള, സൈക്കിൾ കാരിയർ വയ്ക്കാനുള്ള സെറ്റാണ്. മീഡിയ, ഫോൺ പ്രൊജക്ഷൻ, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. വാലേം മോഡ്, വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത് വണ്ടി തന്നെ നമ്മോട് പറഞ്ഞുതരും. അതൊരു നല്ല ഫീച്ചറാണ്. പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട്. വർക്ക്ഷോപ്പ് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നർത്ഥം. OBD കുത്തും വേണ്ട. കണ്ടോ, എല്ലാം നോർമലാണ്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നമില്ല. ഈ ആരോ നമ്മൾ മാറി ഞെക്കാറുണ്ട്. അതായത് ഇതിന് പകരം ഇതിന് പകരം അതും ഞെക്കും. പക്ഷേ അതങ്ങോട്ടും മാറിയ പ്രശ്നമാണ്. ഓൺലൈൻ മാനുവലുണ്ട്, സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റിയ വെഹിക്കിൾ സെറ്റിങ്സ് ആണ്. വെഹിക്കിൾ സെറ്റിങ്സിൽ ക്ലൈമറ്റ്, ഡ്രൈവർ അസിസ്റ്റൻസ്, സീറ്റ്സ്, ലൈറ്റ്സ്, ഡോറ്, കൺവീനിയൻസ്. സീറ്റ്സിനകത്ത് സേവ് ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ സെറ്റിംഗ് ആണോ, സീറ്റ് പൊസിഷൻ ചേഞ്ച് അലർട്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സിമ്പിളാണ്. ക്ലൈമറ്റ് ഞാൻ നേരത്തെ കാണിച്ചു. അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. എയർ സർക്കുലേഷൻ, ഓട്ടോമാറ്റിക് വെന്റിലേഷൻ ഒക്കെയാണ്. പിന്നെ ലൈറ്റ്സിനകത്ത് ആംബിയൻ ലൈറ്റിങ്ങും 1 ടച്ച് ടേൺ ഇൻഡിക്കേറ്റർ എത്ര ഫ്ലാഷ് വേണമെന്നുള്ളതൊക്കെയാണ്. അതൊക്കെ സെൽഫ് എക്സ്പ്ലാനറ്ററി ആണ്. ഡോറ് എങ്ങനെയാണ്, ഓട്ടോ ഓൺലോക്ക്, എല്ലാ ഡോറും ഓട്ടോ ഓൺലോക്കാണ്, അപ്രോച്ച്, ഹോൺ, ഫീഡ്ബാക്ക് ഒക്കെയാണ്. ഓക്കെ, അതൊക്കെ രസമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രൈവർ അസിസ്റ്റൻസിനകത്ത് ഡ്രൈവർ കൺവീനിയൻസ്, ഡ്രൈവിംഗ് സേഫ്റ്റി, ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ്. സേഫ്റ്റിക്കകത്ത്
ഫോർവേഡ് സേഫ്റ്റി ഓഫ് ചെയ്തൊക്കെയാണ്, കൊളീഷൻ വാണിംഗ്, ലെയിൻ സേഫ്റ്റി, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ. ഓക്കെ, ഇതൊക്കെ തന്നെ നമ്മൾ പല വണ്ടികളും കണ്ട കാര്യങ്ങളാണ്. അത് സെൽറ്റോസിൽ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ സറൗണ്ട് വ്യൂ മോണിറ്റർ, ഓട്ടോ പാർക്കിംഗ് ഡിസ്റ്റൻസ് വാണിംഗ്, റിയർ സേഫ്റ്റി, ഇത് പുതിയതാണ്, റിയർ ക്രോസ് ട്രാഫിക് സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്യാവശ്യത്തിന് റെസ്പോൺസീവ്, അത്യാവശ്യത്തിന് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു 12.3 ഇഞ്ച് സ്ക്രീനാണ്. ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ കാണാം. ആവറേജ് അല്ല, എബോ ആവറേജ് ആട്ടോ, അത് പറയാനുള്ളത്. എബോ ആവറേജ് സ്ക്രീനാണ്. സെറ്റിങ്സിനകത്ത് കണ്ടോ AC വന്നു, അത് മാറും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് സ്വിച്ചാണത്. പിന്നെ ഹീൽ ഡിസൈൻ കൺട്രോളും ESP ഓഫ് ചെയ്യണതും. ഇനി ബോസിൻ്റെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറയുമ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം പറയണം. ആ പഴയ സെൽറ്റോസിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എക്സ്പേർട്സിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ചെറിയ എവിടെയോ എന്തോ ഒരു സൗണ്ടിന് പ്രശ്നമുണ്ടെന്നുള്ളത്. നമുക്ക് ഡൈനാമിക് സ്പീഡ് കമ്പൻസേഷനും പൊസിഷനും ഇക്വലൈസറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം മാറ്റിയിട്ടും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ അഡാസും കാര്യങ്ങളൊക്കെ ഓടിക്കാനുള്ള ബട്ടൺസും മിഡ് ആയിട്ടുള്ള ബട്ടൺസ്. മിഡ് എന്ന് പറയുമ്പോൾ MID, ഇത് മോഡ്, വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങളും. കിയ സെൽറ്റോസിൻ്റെ പിൻസീറ്റ് ഇരിക്കാൻ കൊള്ളാം എന്ന് പറയുമ്പോൾ ഹെഡ് റൂം നല്ലതാണ്. തൈ സപ്പോർട്ട് ഇത്തിരി കുറവായിട്ട് തോന്നി, പക്ഷേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഈ സീറ്റ് റിക്ലൈൻ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പേ ഉള്ളൂ, ജിമ്നി പോലെ. ഈ ഹാർഡ് പ്ലാസ്റ്റിക് സീറ്റ് ബാക്ക് കവർ എന്ന് പറയുന്നത് ഹെഡ് റെസ്റ്റിൻ്റെ ഗ്യാപ്പ് കൂടി അടയ്ക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ നമുക്ക് മുന്നിൽ നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. അതിനായിട്ട് ചെരിഞ്ഞു നോക്കണം, അതൊരു കുറവാണോ കൂടുതലാണോ നിങ്ങൾ പറയൂ. പിന്നെ ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നമുക്ക് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3, 2, 5 അവിടെ തന്നെ ആയി. AC വെൻറ്റുകളുണ്ട്, താഴത്തൊരു ചെറിയ ഒരു കബി ഹോളുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്ലോറിനൊരു ഉയരം കാണാം, അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല. സ്പീക്കറും അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡറും കാണുന്നുണ്ട്. ഇവിടെയും ആംറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ അടയ്ക്കാനായിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. അവിടെയാണ് ബുദ്ധിമുട്ട് തോന്നിയത്. ഒരു സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അഥവാ ഈ വിൻഡോ കട്ടൺ കൊടുത്തിട്ടുണ്ട്, നല്ലതാണ്. അതൊരു പുതിയ കാര്യമാണ്. പിന്നെ ഇവിടെ ലൈറ്റുകളുണ്ട്, 1, 2, 3, 4 ലൈറ്റ് ഉണ്ട്. ഈ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടു. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നത് മികച്ച കാര്യമായിട്ട് സെൽറ്റോസിൻ്റെ കാണാം. ഇവിടെ ഒരു ആംറസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡർ കാണാം. ഈ 2 കളർ ഇന്ത്യയിലേക്ക് ഇഷ്ടപ്പെട്ടു. ആംറസ്റ്റിൻ്റെ കളർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീക്കർ ഗ്രില്ല് പൊസിഷനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ റൂഫ് ലൈൻ ബ്ലാക്ക് ആയിട്ടും വലിയ സൺറൂഫ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ക്ലസ്റ്റർഫോബിയ ഫീൽ ചെയ്യില്ല, ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇരിക്കാൻ സുഖമുള്ള ഒരു ഗുഡ് പ്ലേസ് ടു ബി ഇൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിയ സെൽറ്റോസിൻ്റെ അകത്തളത്തെ കാണാം, എസ്പെഷ്യലി പിൻസീറ്റിനെ കാണാം. ഇവിടെ ഒരു HUD വരെയുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഈ വണ്ടിയിൽ എയർ പ്യൂരിഫയർ ഇല്ല. അപ്പോൾ കിയ സെൽറ്റോസിനെ സ്റ്റുപ്പണ്ടസ്, ഫണ്ടാബുലസ്ലി ഫാന്റാസ്റ്റിക് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ജെൻ സി വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്മാരെ മക്കൾ മേടിപ്പിക്കുന്ന വണ്ടി എന്നൊക്കെ തോന്നിയത്. ഇതിൻ്റെ വീൽ ബേസ് മാറിയപ്പോൾ K3 പ്ലാറ്റ്ഫോം ആയപ്പോൾ, അതായത് ഗ്ലോബൽ K3 പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വേണ്ടി റീഇൻഫോഴ്സ് ചെയ്തെന്ന് പറയുന്നത്. ഗ്ലോബൽ K3 എന്ന് പറയുമ്പോൾ കിയ K3 അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റിൻ്റെ ഗ്ലോബൽ വരണല്ലേ, ട്യൂബ്ലൈറ്റ് വരണയുടെ ഗ്ലോബൽ മോഡൽ, അതിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അതായപ്പോൾ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ബിഹേവിയർ റൈഡ് എന്താണെന്ന് മനസ്സിലാക്കണം. 18 ഇഞ്ച് വീലാണ്. ഇപ്പോൾ സീറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സീറയ്ക്ക് 19 ഇഞ്ചാണ്. ഓക്കെ, സീറയുമായിട്ട് കമ്പയർ ചെയ്ത് മുട്ടി നിൽക്കാനുള്ള മാറ്റങ്ങൾ ഇവർ വണ്ടിക്ക് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പവർ ടെയിൽഗേറ്റ് ഇല്ല എന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും ഇത് ഓടിക്കാൻ എങ്ങനെയാണെന്നുള്ളതിന് റിഫൈൻമെൻറ്റും മൈലേജൊക്കെയാണ് വേണ്ട പ്രത്യേകത. എന്തായാലും ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി വരുന്ന വഴിക്കാണ് നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ വിയോഗ വാർത്ത എയർപോർട്ടിൽ TV കാണുന്നത്. ശ്രീനിവാസനെ അനുസ്മരിക്കാതെ ഈ വീഡിയോ ചെയ്യാനാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സെലിബ്രിറ്റികളെ ഒന്നും പരിചയമില്ല, പേഴ്സണലി അറിയില്ല, പക്ഷേ നമ്മൾ ഇവരുടെയൊക്കെ ആരാധകരാണല്ലോ പടം കണ്ടിട്ട്. അപ്പോൾ അമ്മായി അച്ഛൻ്റെ തലയ്ക്ക് ഉലക്ക കൊണ്ടടിച്ചിട്ട് ഉള്ളിലൂടെ വന്ന് അച്ഛ വീട്ടിലെല്ലാവർക്കും സുഖമല്ലെന്ന് ചോദിക്കുന്ന, ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടി വന്നേക്കുമെന്ന് പറയുന്ന, കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക് എന്ന് ഹോട്ടലിൽ പോയിട്ട് പറയുന്ന ആ ഡയലോഗ്സൊക്കെ എഴുതി വെച്ചിട്ടില്ല ശ്രീനിവാസനെ അനുസ്മരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. പക്ഷേ ഇവരൊന്നും മരിക്കില്ല കേട്ടോ. ഇവരൊക്കെ TV അല്ലെങ്കിൽ സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് സെൽറ്റോസിലേക്ക് പോകാം. സെൽറ്റോസിൻ്റെ പുതിയ മോഡലിൻ്റെ വില വന്നിട്ടില്ല. 2025 ഏറ്റവും അവസാനത്തെ ലോഞ്ചെന്ന് പറയാവുന്നൊരു വണ്ടിയാണ് സെൽറ്റോസ്. അഡാസ് ഫംഗ്ഷനാലിറ്റീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന സീറ്റും നമ്മൾ ബോണറ്റ് മുഴുവൻ കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നുള്ളത്. അതിൻ്റെ ഗുണങ്ങളായിട്ട് പറയാം. എനിക്ക് കാല് കൊടുത്ത് പൊളിച്ചടക്കി ഓടിക്കാൻ പറ്റിയൊരു SUV എന്ന നിലയ്ക്കാണ് സെൽറ്റോസിനെ കാണാൻ പറ്റുക. ഇതേ സെൽറ്റോസിൻ്റെ കൂടെ കിടക്കുന്ന വണ്ടിയാണ് പോകണം, ക്രെറ്റ. ഇത് പഴയ മോഡൽ ക്രെറ്റയാണേ, പറഞ്ഞപ്പോൾ അധികാരിയായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ബ്രേക്കിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പെഡൽ എന്ന് പറയുന്നത് സോഫ്റ്റ് പെഡലാണ്, വെച്ചാൽ ഒരു ചമർത്തി ഓട്ടണം. അതൊരു സെൽറ്റോസിൻ്റെ സ്ഥിരം ഫീൽ തന്നെയാണ്, വ്യത്യാസമൊന്നും പറയില്ല. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് സ്പോർട്ട് മോഡാണ്. ക്രിസ്പ് എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്പോർട്ട് മോഡാണെങ്കിൽ കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് പിടിച്ച് കുറച്ചുകൂടി വൈകിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് നമുക്കൊരു എന്തൂസിയാസ്റ്റിക് ഡ്രൈവ് സമ്മാനിക്കും. എന്നാൽ നമ്മൾ നോർമൽ മോഡിലാകുമ്പോഴും ഒത്തിരി ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് കുറച്ച് അധികം വരുന്നുണ്ട്. ഞാൻ ഈക്കോ മോഡാണ് സിറ്റി ഡ്രൈവിന് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ RPM അത് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യില്ല, പക്ഷേ നോർമൽ മോഡിലും സ്പോർട്ട് മോഡിലും നമ്മൾ നോട്ടീസ് ചെയ്യും.
ചെയ്യും. എന്ന് വെച്ചാൽ വണ്ടിയുടെ സൗണ്ട് അധികമായിട്ട് അകത്തേക്ക് വരും. റിഫൈൻമെന്റ് ലെവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് 1.5 ടർബോ ആണ്, അതല്ലെങ്കിൽ എന്നെയാണ്. ഡീസലിന് ഒരു ഇത്തിരി വൈബ്രേഷൻസ് നോയ്സ് ഹാർഷൻസ് ഒക്കെ ഉണ്ട് ഫോർ കിയ. അതായത് കിയയുടെ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ടർബോ. നമ്മൾ രാത്രി സ്റ്റാർട്ട് ചെയ്ത് കയറി നോക്കിയപ്പോൾ സ്റ്റാർട്ട് ആണോ എന്നുള്ളത് പോലും അറിയാത്ത വിധത്തിൽ റിഫൈൻമെന്റ് ആയിരുന്നു. ഇത് പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അറിയാം. ഇതിന് ഡീസലിന്റെ ക്ലാറ്റർ ഉണ്ട്, കൂടാതെ നമുക്ക് ഡീസലിന്റെ സൗണ്ട് അധികം വരുന്നുണ്ട്. ഒന്നും കൂടി സ്പോർട്ട് മോഡ് അഗ്രസീവായിട്ട് ഓടിച്ചാൽ ഷിഫ്റ്റിംഗ് പോയിന്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് ഡീസലാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ മറ്റുള്ള കമ്പനികളെ പോലെ കിയ RPM അല്ലെങ്കിൽ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റി ഡ്രൈവബിലിറ്റി നല്ലതായിട്ടുണ്ട്. അതായത് നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള വണ്ടിയാണ് കിയ സെൽറ്റോസ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പുതിയ ഈ ഒരു വേർഷനായിട്ട് വന്നപ്പോഴും മാറ്റമില്ലാതെ തുടരാണ്, അല്ലെങ്കിൽ കൂടിയ ഡ്രൈവബിലിറ്റി ആയെന്ന് പറയാൻ പറ്റുക. സോഫ്റ്റ് സസ്പെൻഷൻ എന്ന് പറയുമ്പോഴേ സസ്പെൻഷൻ്റെ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് കുഷിനായിട്ട് ഫീൽ ചെയ്തു. അതായത് നല്ല കുഷിനായിട്ട് ഫീൽ ചെയ്തു. കുഴിയിലൊക്കെ ചാടുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കയറി ഇറങ്ങുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടി അഗ്രസീവായിട്ട് ഒരു ഹമ്പിൽ കൊണ്ട് ചാടിച്ച് നോക്കി. അപ്പോൾ ബാക്ക് എടുത്തിട്ടു, കടയെന്ന് പറഞ്ഞ് എടുത്തിട്ടു. ആ കടയെന്ന് പറഞ്ഞ് എടുത്തിട്ടിൽ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അങ്ങനെയൊന്നും ആരും വണ്ടി ഹമ്പ് ചാടിക്കില്ല. അപ്പോൾ സോഫ്റ്റ് സസ്പെൻഷൻ കംഫർട്ടബിൾ ആയിട്ട് ട്യൂൺ ചെയ്തേക്കാണ്, കംഫർട്ടിന് വേണ്ടി ട്യൂൺ ചെയ്തേക്കാണ് എന്നുള്ളതാണ്. ഈ സ്റ്റിയറിംഗിന്റെ ഒരു ചോയ്സ് നന്നായി തോന്നി, അതിന്റെ ഇന്റഗ്രേഷൻ നന്നായി തോന്നി. പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. പക്ഷേ ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റിയറിംഗ് പോലെ സ്റ്റിച്ചുകളൊക്കെ നമ്മുടെ കയ്യിൽ അനോയിങ് ആയിട്ട് ഇടയ്ക്ക് തോന്നുന്നുണ്ട്. സ്റ്റിൽ പാഡ് ഷിഫ്റ്റ് അത്യാവശ്യം റെസ്പോൺസീവ് ഷിഫ്റ്റ് ചെയ്താൽ ക്യുക്കായിട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഫോർ എ ഫാമിലി SUV എന്ന് പറയാൻ പറ്റുക, സ്പോർട്സ് കാർ ടെറിട്ടറി അല്ല എന്നാലും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ വെച്ചാൽ വണ്ടി കൊള്ളാം. വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് മാത്രമാണ് കുറച്ച് ജെൻസി. പക്ഷേ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. റൈഡ് ക്വാളിറ്റി നല്ലതാണ്, ഹാൻഡ്ലിംഗ് നമുക്ക് ഞാനൊരു ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയാം. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് റൈഡ് 5-ൽ 4 ഹാൻഡ്ലിംഗ് 5-ൽ 3 പറയാം. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ 116 PS എന്ന് പറയുന്നത് വലിയ പവറാണോ വെച്ചാൽ ഇത് സോണറ്റിലും മാരകവും സെൽറ്റോസിലും ഒക്കെ ഇഷ്ടമാണ് ഡീസൽ എന്ന് പറയുന്നത്. എന്നാലും എനിക്കിത് ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് പെട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ ക്യുക്നെസ് തന്നെയാണ്. കാല് കൊടുക്കുമ്പോൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് പൊളിക്കാൻ പറ്റും എന്നുള്ളതാണ്. പൊളിക്കാനൊക്കെ പറയാൻ പറ്റുക. ഈ സ്ക്രീനുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു വെൽ ഇൻറ്റഗ്രേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാറെന്ന് തോന്നി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഒരു ഇത്തിരി ഒരു ഫ്ലിംസി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് വണ്ടി. അകത്ത് നോക്കുമ്പോൾ നമുക്ക് ആ പുറത്തുനിന്നുള്ള ഒരു മെനകേട് തോന്നൂല. അത് നല്ല കാര്യമാണ്. അപ്പോൾ മിററിൽ നമുക്ക് ആ ഒരു ബൾജ് കാണാം, ആ മിററിലും കാണാം. അതൊക്കെ ടാറ്റ മോട്ടോഴ്സിന്റെ സ്വഭാവമാണ്. ഹിയലിക്ക് വരുമ്പോൾ ഒരു അനോയിങ് ആയിട്ട് തോന്നി. പക്ഷേ ഈ ഷിഫ്റ്ററിന് മാനുവൽ മോഡ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ പാഡ് ഷിഫ്റ്റ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ സെൽറ്റോസ് മാറിയപ്പോൾ എന്താണ് സെൽറ്റോസിൽ ഏറ്റവും പുതുമയായിട്ട് വന്നു വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു വീൽ ബേസ് കൂടിയപ്പോൾ കിട്ടിയ റൈഡ് ക്വാളിറ്റിയും, അല്ലെങ്കിൽ ഇത് ഓടിക്കാൻ ഉള്ളൊരു സുഖമാണ്. 5 സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അതായത് 3 ഡിജിറ്റ് സ്പീഡിൽ പോകുമ്പോൾ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അത് കിയ പ്രശംസ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടലൊരു നല്ല വണ്ടിയാണ് കിയ സെൽറ്റോസ് എന്ന് പറയാം. അത് ഇപ്പോൾ ഒന്നുകൂടി നന്നായി എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ചേഞ്ചും അല്ലെങ്കിൽ ആ സസ്പെൻഷൻ മാറ്റവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വണ്ടി ഒന്നുകൂടി മെച്ചുവേർഡായി, ഒന്നുകൂടി ഓടിക്കാൻ രസമായി എന്നുള്ള പറയാനുള്ളത്. എനിക്ക് ഇതിൻ്റെ കംഫർട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എത്ര ലോങ് യാത്ര ചെയ്താലും ക്ഷീണിക്കാത്ത വിധം ഒരു കംഫർട്ടബിൾ ആയിട്ട് വണ്ടിയാണ് സെൽറ്റോസ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒന്നുകൂടി കംഫർട്ടബിളായി എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയ സെൽറ്റോസ് വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന USP അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റൈഡ് ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞു ലോ സ്പീഡിൽ MG ഹെക്ടറിൻ്റെ അത്ര റൈഡ് ക്വാളിറ്റി ഉണ്ടോ വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇത് സെൽറ്റോസിൻ്റെ ഒരു മികച്ച സെൽറ്റോസ് ആയിട്ട് ഈ റൈഡ് ക്വാളിറ്റി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഹാൻഡ്ലിങ്ങിൽ നമ്മളത് അനോയിങ് ആക്കുന്നില്ല, അലോസരപ്പെടുത്തുന്നില്ല, വിച്ച് ഈസ് ഗുഡ്. ഞാൻ ഇപ്പോഴും പറയുന്നു, വലിയ തിരിവും വളവുള്ള റോഡിൽ നമ്മൾ ഓടിച്ചിട്ടില്ല. ബോർഡ് റോൾ ഉണ്ടാവും, കാരണം നോസ് ഡ്രൈവ് എനിക്ക് ഫീൽ ചെയ്തു. തിരിവ് തിരിക്കുമ്പോൾ വണ്ടി ഒന്ന് ആടുന്നുണ്ട്. അതായത് ഒന്ന് ആടി കളിച്ചിട്ടൊക്കെ മാറുന്നത്. അതൊക്കെ ശരിക്കും ഒരു കിയ സെൽറ്റോസിൻ്റെ സ്വഭാവമല്ല, അതൊരു MG ഹെക്ടറിൻ്റെ സ്വഭാവമാണ്. ഓക്കെ, എന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ആളുകൾ അത്ര കാര്യമായിട്ടൊന്നും ഇതിനെ പണിയെടുപ്പിക്കാൻ ചാൻസ് ഇല്ല. പുതിയ കിയ സെൽറ്റോസ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇവരെന്താണ് ഇതിൽ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഹൈബ്രിഡോ ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതായത് നമുക്ക് എത്ര വേണമെങ്കിൽ ആഗ്രഹിക്കാമല്ലോ, മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടൂ എന്ന് പറയില്ലേ, അതുപോലെ. പക്ഷെ ഇവർ കൊണ്ടുവന്നത് ഒരു ജനറേഷൻ ചേഞ്ചാണ്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്കിന്നിലായിരുന്നു അല്ലെങ്കിൽ ബോഡിയിലായിരുന്നു എന്നുള്ളതാണ്. ഇത് സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നാണ് പറയുന്നത്, സേഫ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നാണ് പറയുന്നത്. അതൊക്കെ സെൽറ്റോസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഗുണമാണ്. എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടി വാങ്ങുക എന്നുള്ളത് പറയുന്നത് തന്നെ മൈലേജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ വണ്ടി മെയിനായിട്ട് മേടിക്കാം. ഫണ്ണാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ടർബോ പെട്രോൾ മേടിക്കാം. അതല്ല ഒരു ഫാമിലി കാർ, വലിയ ഫണ്ടൊന്നും വേണ്ട, എന്നാൽ വലിയ കുഴപ്പമില്ലാണ്ട് ഡെയിലി ഓടിച്ചു നടക്കാൻ പറ്റിയാൽ മതി, IVT അഥവാ CVT മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് സാധാ നാച്ചുറലി ആസ്പിറേറ്റർ വണ്ടി മേടിക്കാം. എനിക്ക് തോന്നുന്നു പ്രൈസാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് റിഫൈൻമെൻറ്റും അതുപോലെ റിലയബിലിറ്റി തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. വില കൂടി
പറയട്ടെ, വില കൂടി പറയുമ്പോൾ എത്രമാത്രം വില വ്യത്യാസം വന്നിട്ടെന്ന് അറിയാലോ. എനിക്ക് തോന്നുന്നു ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ കൂടാൻ ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ട് അഡാസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ടോപ്പ് എൻഡ് മോഡലിന്. അത് പക്ഷേ വർത്തിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കാര്യം കാണുമ്പോൾ കുറച്ച് വീതി കൂടിയിട്ടുള്ളതും കുറച്ച് നീളം കൂടിയിട്ടുള്ളതും കണ്ട കുറച്ച് വലിയ വണ്ടിയാണെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും കാലം ക്രെറ്റേനും എല്ലാം അങ്ങനെയുള്ള വണ്ടികളോട് മുട്ടിരുന്ന ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ XUV 700 5 സീറ്ററിനോടും ഹാരിയറിനോടൊക്കെ മുട്ടാവുന്ന ഒരു നിലയ്ക്ക് സൈസ് വന്നു എന്ന് എനിക്ക് തോന്നിട്ടോ. ഫോർ എ കിയ ഇതൊരു ഗേളി കാറാണോ ഒരു മാൻലി കാറാണോ എന്ന് നിങ്ങൾ പറയണം. എനിക്ക് ഹാരിയറിൻ്റെ ഒരു കാര്യത്തിൽ ഒരിത്തിരി വലിയ ഒരു മാൻലി വണ്ടിയായിട്ട് തോന്നാറുണ്ട്. സാധാരണ ഹുണ്ടായും കിയ ഓടിക്കുമ്പോൾ ഒത്തിരി ഒരു ഫെമിനിൻ ഒരു ടച്ചിക്ക് തോന്നാറുണ്ട്. അതായത് പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി നല്ല പറയുന്നത് സോഫ്റ്റ് ആണോ ഉദ്ദേശിച്ചത്. ആ സോഫ്റ്റ്നെസ് എല്ലായിടത്തും കാണാം. തീർത്തും എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാവുന്ന, ഒരു പണിയും എടുക്കാതെ വണ്ടിക്കകത്തിരുന്ന് ചുമ്മാ ഓടിച്ചുകൊണ്ടാകാവുന്ന ഒരു വണ്ടിയാണ് കിയ സെൽറ്റോസ് എന്ന് ലളിതമായിട്ട് പറയാം. കണ്ട കൗതുകം ഓടിക്കുമ്പോഴും കിട്ടി. ഈവൻ ദോ ഗിയറും അല്ലെങ്കിൽ എഞ്ചിനും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിലും വെറുതെ ചുമ്മാ 100 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് കൊണ്ട് നടക്കാവുന്നതാണ്. ദേ അത് പറയുമ്പോൾ സോണറ്റ് കണ്ടപ്പോൾ അവന് സ്പീഡിൽ 10 കിലോമീറ്റർ സ്പീഡ് കൂടുതലായിരിക്കും. എന്താ അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാ? ടാറ്റ സിയറയാണോ കിയ സെൽറ്റോസ് ആണോ? അത് താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. അതോ ഹുണ്ടായി ക്രെറ്റ ആണോ? എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങളുടെ കമൻറ്റൊക്കെ കണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം, ആ സമയത്ത് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൽ കൊടുക്കാണ് ഡൗൺ ചെയ്തു 4 3 ഓൺ അടിച്ചു. റിവ്യൂന്ന് സൗണ്ട് കേട്ടോ. ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കാം. പെട്രോൾ എഞ്ചിൻ ഇത്രയും ഇല്ല, റിഫൈൻഡ് ആണ്. ഇത് റിഫൈൻമെൻറ്റ് ഇല്ലെന്നല്ല, ഡീസലിനെ സംബന്ധിച്ചത് മാരക റിഫൈൻമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ കിയ സെൽറ്റോസും അല്ലെങ്കിൽ ടാറ്റ സിയറയും കൂടി ഡീസൽ ചോദിക്കുക. ടാറ്റ സിയറയ്ക്ക് കുറച്ചും കൂടി നോയ്സ് നമുക്ക് തോന്നും, കുറച്ച് അധികം നോയ്സ് തോന്നും. ഇത് വലിയ നോയ്സും കാര്യങ്ങളൊന്നുമില്ല. അത് NVHൻ്റെ ഒരു ചെക്കാണ്, NVH ചെക്ക് എന്നുള്ളതാണ്. അതിപ്പോൾ ഡോർ അടച്ചാൽ ഔട്ട്സൈഡ് സ്റ്റേസ് ഔട്ട്സൈഡ് എന്നുള്ളതാണ്. അത് കിയയുടെ ഒരു ഗുണമായിട്ട് തന്നെ കാണുന്നത്. കിയയുടെയും ഹുണ്ടായുടെ അങ്ങനെ തന്നെയാണ്. വലിയ പ്രശ്നമില്ലാത്ത ഡീസൽ എഞ്ചിനാണ്. സൗണ്ടും ലഹളയൊന്നും അധികം ഇല്ലാത്തൊരു ഡീസൽ എഞ്ചിനാണ്. അത് ഇതിൻ്റെ ഗുണമാണ്. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അവർക്ക് നന്ദി. ഇത്രേ ഉള്ളൂ.